ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഈ ചാനൽ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി ആയിട്ട് കറക്കാം. വേറെ എവിടേക്കല്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ട് എനിക്കൊരു കൈവേദന. ഇവിടെ ഞങ്ങൾ ഓൾറെഡി ഒരു ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയായിരുന്നു. നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ കൈവേദനയ്ക്കൊരു കുറവുമില്ല. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു MRI എടുത്ത് നോക്കാം, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുമല്ലോ. തനിച്ച് പോകുന്ന ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ പപ്പയും മമ്മിയൊന്നും ഇവിടുത്തെ ബസ്സിലോ മെട്രോയിലോ ഒന്നും കയറിയിട്ടില്ലല്ലോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവരെയും കൊണ്ടുപോകുന്നത്. പക്ഷെ പോയപ്പോൾ ഞങ്ങൾ ടാക്സിക്കാട്ടോ പോയത്. ഇപ്പം ഞങ്ങൾ അവിടെ സ്കാനിങ് സെൻറ്ററിൽ എത്തി. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും എന്നെ വിളിച്ചു. പിന്നെ 1 മണിക്കൂറത്തെ പ്രൊസീജിയറായിരുന്നു അത്. അങ്ങനെ ഞാൻ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അവളവിടെ ദീപം തെളിക്കുന്ന നോക്കാണ്. പുതിയതാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് 4 മണിക്ക് കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി ചായയും സമൂസയൊക്കെ കഴിച്ചു. അപ്പാപ്പനും അമ്മാമ്മയും ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ പോകണം. ആദ്യം ഇവിടെ ദുബായിൽ ഷെറബിയുടെ ഫസ്റ്റ്. ഷറഫ് ഡിജിയുടെ അവിടെ നിന്ന് കയറണം. ഇനി ഒന്നും കൂടെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങണം. മമ്മിക്ക് എസ്കലേറ്ററിലൊരു പേടി ചെറിയ ഇതായിട്ട്. ഇറങ്ങാൻ ചേരമ്മ. ശരിക്കും നമുക്ക് ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ മമ്മിയുടെ പേടി മാറ്റട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എസ്കലേറ്റർ എവിടെയുണ്ടോ അവിടേക്കൊക്കെ നമ്മൾ പോകും. പേടിയില്ല. ഇനിയപ്പോ എന്നാ പേടിയില്ലല്ലോ. അപ്പൊ ഇനി ധൈര്യമായിട്ട് നമുക്ക് എസ്കലേറ്ററിൽ തന്നെ അല്ലേ? അമ്മയ്ക്ക് ശരമൊക്കെ ഷീറ്റിട്ട് മെട്രോയിൽ കയറി ഇറങ്ങുക. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയിട്ടാ. അവിടെ ഇച്ചായം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇച്ചായനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇച്ചായം വന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.